വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് മുമ്പായിട്ട് നമ്മൾ സിലബസ് വൈസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ SCERT ക്ലാസ്സുകളും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും നമ്മൾ അതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും എല്ലാതെയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ലോക വിപ്ലവം അല്ലേ, ലോക ചരിത്രത്തിലെ വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ SCERT ക്ലാസ് പ്ലസ് അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ 2 ക്ലാസ്സാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബേസ്ഡ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ചോദിച്ച ലോക വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വിപ്ലവം എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഫ്രഞ്ച് വിപ്ലവം നടന്നതെന്നാണ്? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സെപ്റ്റംബർ കൂട്ടക്കൊല നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ കൂട്ടക്കൊല നടന്ന വർഷം ഏതായിരുന്നു? 1792 സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നത്. അതും പഠിച്ചു വയ്ക്കുക കേട്ടോ. സെപ്റ്റംബർ കൂട്ടക്കൊല ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ്? ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. ഇത് നിലവിൽ വന്നതെന്നാണ്? 1215 1215 ജൂൺ 15 ഇത് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ആ സമയത്തെ ഭരണാധികാരി രാജാവ് ആരായിരുന്നു? ജോൺ രണ്ടാമനാണ്. പഠിച്ചു വയ്ക്കുക, ജോൺ രണ്ടാമൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1642 ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോന്ന് അറിയില്ല. 1642 1651 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് ഉടലെടുത്തത്. 1642 മുതൽ 51 വരെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ തമ്മിലായിരുന്നു? രാജാവും പാർലമെൻറ്റും തമ്മിലായിരുന്നു 1642 മുതൽ 51 വരെയുള്ള ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? കഴിഞ്ഞ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ രക്തരഹിത വിപ്ലവം നടന്നതെന്നാണ്? 1688 രക്തരഹിത വിപ്ലവം നടന്നത്. 1688 രക്തരഹിത വിപ്ലവം നടന്നതെന്നും പഠിച്ചു വയ്ക്കുക. ഇനി 1688 നമ്മൾ പഠിച്ചില്ലേ. 1689 പ്രത്യേകത എന്താണ്? 1689 പ്രത്യേകത എന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ് വന്നു. ബിൽ ഓഫ് റൈറ്റ്സ് പഠിച്ചു വയ്ക്കുക. ബിൽ ഓഫ് റൈറ്റ്സ് വന്നത് 1689. ആ ഒരു സമയത്ത് രാജാവ് ആയിരുന്നു? വില്യം മേരി ആയിരുന്നു ആ സമയത്ത് രാജാവ്. അപ്പോൾ രക്തരഹിത വിപ്ലവം നടന്നത് 1688. അതിലൂടെ പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ. 1689 എന്ത് വരുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? അവകാശ പത്രിക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ബിൽ ഓഫ് റൈറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? അവകാശ പത്രിക എന്ന് പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സിനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ആരായിരുന്നു ഒപ്പുവെച്ചത്? വില്യം മേരി എന്ന് പറഞ്ഞു അല്ലേ. വില്യം മൂന്നാണ്ട്. വില്യംസ് 3 അതുപോലെ തന്നെ മേരി 2 കൂടിയിട്ടാണ് എന്ത് ഒപ്പുവെക്കുന്നത്? അവകാശ പത്രിക ഒപ്പുവെച്ചത്. എന്നാണ്? 1689 അവകാശ പത്രിക ഒപ്പുവെച്ചത്. ജെയിംസ് രണ്ടാമൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് 1688 രക്തരഹിത വിപ്ലവം അല്ലേ. ആ ഒരു സമയത്ത് രാജാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ജെയിംസ് രണ്ടാമനാണെന്ന്. എന്നാൽ അവകാശ പത്രിക വന്നത് 1689 അല്ലേ. ആ ഒരു സമയത്തെ രാജാവ് ആരായിരുന്നു? വില്യം മൂന്നാമനും അതുപോലെ തന്നെ മേരി രണ്ടാമനായിരുന്നു അല്ലേ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ അവകാശ പത്രിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക.
രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. ശരിയാണല്ലോ. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. മഹത്തായ വിപ്ലവത്തിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ട്യൂഡർ രാജവംശമായിരുന്നു. തെറ്റാണ്. ഏത് രാജവംശമാണ്? മഹത്തായ വിപ്ലവത്തിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഏത് വംശമാണ്? സ്റ്റുവർട്ട് രാജവംശമാണ് കേട്ടോ. സ്റ്റുവർട്ട് രാജവംശമായിരുന്നു മഹത്തായ വിപ്ലവത്തിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. 1215 ചാൾസ് ഒന്നാമൻ റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ചു. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് റണ്ണിമീഡിൽ വെച്ചാണ്. പക്ഷെ ആരാണ്? 1215 ഈ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. എന്നാൽ ചാൾസ് ഒന്നാമനല്ല, ജോണാണ് മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്ന സമയത്ത്. ആരാണ്? ജോണാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയത് 1688. അതും ശരിയാണല്ലേ. 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയത്. 1689 ബിൽ ഓഫ് പത്രിക അല്ലെ, ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പം നമുക്ക് ഈ മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് നോക്കാം. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നതാണ് രക്തരഹിത വിപ്ലവം. രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവത്തെയാണ് മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഈ മഹത്തായ വിപ്ലവം നടന്നത് എന്നാണ്? ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. 1688 അതുപോലെ 1689 കാലഘട്ടത്തിലാണ് ഇന്ന് നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത് 1688 1689 കാലഘട്ടത്തിലാണ്. ഓക്കെ. ജോൺ രാജാവ് റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം ഏതാണ്? ജോൺ രാജാവ് ആരാണ്? അപ്പോൾ റണ്ണിമീഡിൽ വെച്ചിട്ട് ഒപ്പുവെക്കുന്നത് ആരാണ്? ജോൺ രാജാവാണ്. ജോൺ രാജാവാണ് റണ്ണിമീഡിൽ വെച്ചിട്ട് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് പഠിച്ചു. ഏത് വർഷമാണ്? 1215 റണ്ണിമീഡിൽ വെച്ച് ആര് ഒപ്പുവെക്കുന്നത്? ജോൺ ഒപ്പുവെക്കുന്നത്. ഏതാണ്? മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, ഈ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. മാഗ്ന കാർട്ടയാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ടയാണ്. ഈ മാഗ്ന കാർട്ടയാണ് ഒപ്പുവെച്ചത്. ആരാണോ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് പറഞ്ഞത്? ജോൺ രാജാവാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. 1215 മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ഇനി നെക്സ്റ്റ് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? സ്റ്റുവർട്ട് രാജവംശമാണ്. വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. വിപ്ലവത്തിന് ശേഷം ഏത് വർഷമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ നിയമം പാസ്സാക്കിയത്? അവകാശ നിയമം പാസ്സാക്കിയത് ചോദിക്കുകയാണെങ്കിൽ 8th ഇയർ ആണ്ടോ. 1689 അവകാശ നിയമം പാസ്സാക്കിയത്. നമ്മൾ പറഞ്ഞല്ലേ, അവകാശ പത്രിക പറഞ്ഞു. 1689 പാസ്സാക്കിയത്. ഇനി ലോങ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ലോങ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത് 1640 1640 ലോങ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത്. 1640 ലോങ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത്. ഈ ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ചാൾസ് ഒന്നാമനാണ്. ലോങ് പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്ത് ലോങ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കി വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ചോദിക്കുകയാണെങ്കിൽ ചാൾസ് ഒന്നാമനാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൂലേ, എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് ഉടലെടുത്തത് ആരുടെ കാലത്താണ്? ഹെൻറി ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് ഉടലെടുത്തത്. ഇനി 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെൻറ്റ് നിലനിന്നത് എവിടെയാണ്? പറഞ്ഞു ലോങ് പാർലമെൻറ്റ് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ലോങ് പാർലമെൻറ്റ് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ. നെക്സ്റ്റ്, കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ്? കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടത്തെയാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. 18ാം നൂറ്റാണ്ടിൽ കാർഷിക വിപ്ലവം നടന്ന എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് കാർഷിക വിപ്ലവം നടന്നത്. അതുപോലെ തന്നെ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. 1750 1820 ഇടയ്ക്കാണ് വ്യവസായ വിപ്ലവം നടന്നത്.
ഇനി ഒരു 3 വർഷം കൂടി ഉണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നിർത്താം കേട്ടോ. മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗം നിർത്താം. ഫസ്റ്റ് 1832 ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത്. 1832 ഇംഗ്ലണ്ടിൽ ഫസ്റ്റ് പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത്. 1832 ഫസ്റ്റ് പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത്. 1832. ഇനി രണ്ടാം പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത് 1867. 1867 രണ്ടാമത്തത്. 1867. ഇനി മൂന്നാമത്തതോ 1884 മൂന്നാമത്തെ പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത്. 1884 അപ്പോൾ 1832 ഫസ്റ്റ് പാർലമെൻറ്റ് പരിഷ്കരണം, 1867 സെക്കൻഡ് പാർലമെൻറ്റ് പരിഷ്കരണം, 1884 മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണം. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആകെ കുഴമ്പ് പരുവത്തിലായോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നതാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമാണ് മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ഏത് ഇയർ ആയിരുന്നു പറഞ്ഞത്? 1688 1689 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത്. ഇനി ജോൺ രാജാവാണ് റണ്ണിമിഡിൽ വെച്ചിട്ട് എന്തൊപ്പുവെക്കുന്നത്? മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. എന്നാണ്? 1215. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? മാഗ്ന കാർട്ടയാണ്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയുണ്ടോ PSC റിപ്പീറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ്, വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? സ്റ്റുവർട്ട് രാജവംശമാണ്. വിപ്ലവത്തിന് ശേഷം ഏത് വർഷമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ നിയമം പാസ്സാക്കിയത്? 1689 അവകാശ നിയമം പാസ്സാക്കിയത്. ഏത് ഇയറാണ്? 1689. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ലോങ് പാർലമെൻറ്റ് നടന്നത് 1640. 1640 ലോങ് പാർലമെൻറ്റ് നടന്നത്. അതുപോലെ തന്നെ ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ചാൾസ് ഒന്നാമനായിരുന്നു. ഇനി 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെൻറ്റ് നിലനിന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 1750 1820 ഇടയിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതേത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? 3 പാർലമെൻറ്റ് പരിഷ്കരണങ്ങൾ പറഞ്ഞു. 1832 ഫസ്റ്റ് പാർലമെൻറ്റ് പരിഷ്കരണം. രണ്ടാം പാർലമെൻറ്റ് പരിഷ്കരണം 1867. മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണം 1884. അപ്പോൾ ഈ 3 ഇയർ പഠിച്ചു വയ്ക്കുക. 1832, 1867, 1884. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പോകാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിട്ട് യോജിക്കുന്ന പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ് ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 3 തെറ്റ് വരുന്നത്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. മഹത്തായ വിപ്ലവത്തിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഏത് വംശമാണ്? സ്റ്റുവർട്ട് രാജവംശമാണ്. 1215 റണ്ണിമിഡിൽ വെച്ചിട്ട് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലായിരുന്നു? ജോൺ രാജാവാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. അപ്പോൾ ഇത് തെറ്റായിരുന്നു. ഇനി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയത് 1688 ശരിയാണല്ലേ? അപ്പോൾ 2, 3 നമ്മുടെ ആൻസർ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, വോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് ഓരോന്ന് നോക്കിയാലോ. രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണല്ലേ രക്തരൂക്ഷിത ഞായറാഴ്ച. ഏത് ഇയറാണ്? 1912 രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവത്തിൽ നടക്കുന്നത്. റഷ്യൻ വിപ്ലവം നടന്ന ഏത് ഇയറാണ്? 1912 രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. 1789 ജൂലൈ 10 1789 ജൂലൈ 10 ഇന്ന് നടക്കുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. എവിടെയാണ് നടന്നത്? ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി 1789
73 ബോസ്റ്റൺ ടീ പാർട്ടി 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഇനി രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത് എന്താണ്? പെട്രോഗാർഡ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലേ. 1905 രക്തരൂക്ഷിത ഞായറാഴ്ച 1905 നടന്നത്. ഇനി ബോക്സർ കലാപം ചോദിക്കാറുണ്ടല്ലോ. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം. ഓക്കെ, അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവത്തിന് വേറെ എന്തൊക്കെയാണ്? തുറന്ന വാതിൽ നയം, കറുപ്പ് വ്യാപാരം അല്ലേ, അതൊക്കെ എന്താണ്? ഈ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവം നടന്നത് എന്നാണ്? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണ്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നായിരുന്നു അല്ലേ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 തെറ്റാണല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ്? ലൂയിസ് 16 ലൂയിസ് 16 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി. അപ്പോൾ നമുക്ക് യോജിക്കാത്ത പ്രസ്താവന ഒരെണ്ണം കിട്ടി. ഇനി ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് ജെയിംസ് ഓട്ടീസ് ആണ് പറഞ്ഞത്. നമ്മൾ SCERT-യിലൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞതാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. ശരിയാണല്ലോ. മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരാണ്. ഇനി റൂസോയുടെ എന്താണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് ആരുടേതാണ്? റൂസോയുടേതാണ്. സോഷ്യൽ കോൺട്രാക്ട് ആരുടേതാണ്? റൂസോയുടേതാണ്. അപ്പോൾ നമ്മളോട് തെറ്റ് പറഞ്ഞത് ഏതൊക്കെയാണ്? 1, 3 തെറ്റ് പറഞ്ഞത്. 1, 3 തെറ്റ് പറഞ്ഞത് അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയിസ് 16 ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം നടന്നത് എന്നാണ്? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? റൂസോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൺ യാത്ത് സെന്നിൻ്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാണ്? സൺ യാത്ത് സെന്നിൻ്റെ 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം ആരുടെ തത്വമാണ്? സൺ യാത്ത് സെന്നിൻ്റെയാണ്. സൺ യാത്ത് സെന്നിൻ്റെയാണ് ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? സമഗ്രാധിപത്യമാണ്. ഓപ്ഷൻ D ആണ് ശരിയായി വരുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? വില്യംസ് 3 വില്യംസ് 3 മേരി 2 മേരി 2 കൂടിയിട്ടാണ് അവകാശ പത്രികയിൽ ഒപ്പുവെക്കുന്നത്. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? SCERT ആണല്ലേ. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത് ഏത് സ്വാതന്ത്ര്യ സമരമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ്? ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ്? ജോർജിയയാണ്. അപ്പോൾ ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് എന്നാണ്? അമേരിക്കയിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നതെന്നാണ് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അതിനു മുമ്പായിട്ട് ബോസ്റ്റൺ ടീ പാർട്ടി വരുന്നുണ്ടല്ലോ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്നാണ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി വരുന്നത്. 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. 1775 എന്ത് സംഭവിക്കുന്നത്? രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. ഈ ഇയേഴ്സ് പഠിച്ചു വയ്ക്കുക. 1773 എന്ത് നടക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതുപോലെ 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അതിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ആയിരുന്നു ജോർജിയ. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവമാണല്ലേ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഏത് ഇയറാണ്? നാം പറഞ്ഞു അല്ലേ, 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്തെ ഭരണാധികാരി രാജാവാരായിരുന്നു? ലൂയി 16 ആയിരുന്നു കേട്ടോ. ലൂയി 16 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്തെ രാജാവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 ശരിയാണല്ലേ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688. നെപ്പോളിയനെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ശരിക്കും എന്നാണ് വാട്ടർലൂ യുദ്ധം നടന്നത്? 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. അപ്പോൾ നമുക്ക് ബി ആണ് തെറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഓപ്ഷൻ. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നത് 1492. നമ്മൾ SCERTയിൽ എടുത്ത് പറയുന്ന പോയിൻ്റാണ്. ഒരു ബോക്സിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അങ്ങനെ എല്ലാ വിപ്ലവങ്ങളും ഒരു 50 മിനിറ്റിൻ്റെ ഒരു ക്ലാസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാകും. കാരണം നമ്മൾ എല്ലാ പോയിൻറ്റ്സ് എടുത്ത് പറഞ്ഞാണ്. ഇതിനിടയിൽ നമുക്ക് ഓരോ SCERT പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ശരിയായ ഉത്തരമാണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917. റഷ്യൻ വിപ്ലവം നടന്നത് 1917. അതും ശരിയാണ്. നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നതെന്നാണ്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. ആ സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? ലൂയി 14. ഓക്കെ, ഇനി SCERTയിൽ പറയുന്നത് നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നാണ് നമ്മൾ കണ്ടു അല്ലേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നാണ്. ജെയിംസ് ഓട്ടീസ് ആണ് ഇത് രൂപം നൽകിയത്. ആരാണ്? ജെയിംസ് ഓട്ടീസ് ആണ് ഇത് രൂപം നൽകിയത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് എവിടേക്ക് എത്തുന്നത്? വടക്കേ അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക
ചോദിക്കാറുണ്ട് വടക്കേ അമേരിക്കയിലേക്ക് ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയത് ഏത് വർഷമാണ്? 1492 അല്ലെങ്കിൽ 1492 വടക്കേ അമേരിക്കയിലെത്തിയ വടക്കേ അമേരിക്കയിലെത്തിയ ഭരണാധികാരി ആരാണ്? അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്നും പഠിച്ചു വയ്ക്കുക. അപ്പോൾ 1492 അദ്ദേഹം എത്തുന്നത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്നാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ക്ലാസ്സുകൾ കാണാം. അപ്പോൾ അവരുടെ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട്. കോളനികളിൽ നിന്ന് കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതൊക്കെ എന്താണ്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളാണ്. അപ്പോൾ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്നാണ്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773. അതുപോലെ തന്നെ 2 വാചകങ്ങൾ നമുക്ക് നോക്കാം, 2 ആശയങ്ങൾ അല്ലേ. ജോൺ ലോക്ക് എന്താ പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറയുന്നത് ആരാണ്? ജോൺ ലോക്ക് അല്ലേ. ജോൺ ലോക്കാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തോമസ് പെയിൻ എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. വിദേശ ശക്തി എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ആരാണ്? തോമസ് പെയിനാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്ന എവിടെയാണ്? കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. ഇനി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ്? ഫിലോഡൽഫിയയിലാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1774. 1773 നമ്മൾ എന്താണ് പറഞ്ഞത്? ബോസ്റ്റൺ ടീ പാർട്ടി പറഞ്ഞല്ലോ. 1773 ബോസ്റ്റൺ ടീ പാർട്ടി പറഞ്ഞു. 1774 നടക്കുന്നത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ഫസ്റ്റത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന രാജ്യം ഏതാണ്? ജോർജിയാണ് പങ്കെടുക്കാതിരുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നു. രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നതും ഫിലോഡൽഫിയയിൽ തന്നെയാണ്. ഫസ്റ്റത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാണ്ടിരുന്ന അതിൽ നിന്നും ഒഴിവായ രാജ്യം എന്ന് പറയുന്നത് ആരാണ്? ജോർജിയാണ്. 1773 ടീ പാർട്ടി നടന്നു. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1775 ഫിലോഡൽഫിയയിൽ തന്നെയാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. ആ സമയത്താണ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ രണ്ടാം ഫിലോഡൽഫിയ സമ്മേളനത്തിലാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? ജോർജ് വാഷിങ്ടണിനെ. ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. വാഷിങ്ടണിനെയാണ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? ജോർജ് വാഷിങ്ടണിനെയാണ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നതാണ് 1775. ഇനി തോമസ് പെയിൻ തോമസ് പെയിൻ്റെ ഒരു ആശയം നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ സെൻസ് ആരുടേതാണ്? തോമസ് പെയിൻ്റേതാണ്. തോമസ് പെയിൻ്റേതാണ് എന്നും പഠിച്ചു വയ്ക്കാം. ഇനി 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് ഏത് ഇയറാണ്? 1776 ജൂലൈ 4 എന്ന് നടക്കുന്നത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 പുറപ്പെടുവിക്കുന്നത്. ആ സമയത്ത് ആരൊക്കെയാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് എന്ന് തയ്യാറാക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്നത് തോമസ് ജെഫേഴ്സണും അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. എന്ത് തയ്യാറാക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്.
അങ്ങനെ 1781 യുദ്ധം അവസാനിച്ചു കേട്ടോ. 1781 യുദ്ധം അവസാനിക്കുന്നത്. അതായത് 1776 വരെ നമ്മൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞു. 1781 എന്ത് സംഭവിച്ചു? ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള ആരംഭിച്ച യുദ്ധം അവസാനിച്ചു. 1783 ഇത് നടക്കുന്നത് പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി നടക്കുന്നത്. അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ? എല്ലാത്തിനും പോയിന്റ് വൈസ് ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ തലവൻ ചോദിക്കുകയാണെങ്കിലും ആര് തന്നെയാണ്? ജോർജ് വാഷിങ്ടൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇയേഴ്സാണ് പഠിച്ചത്? ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാലോ. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നു. ഓക്കെ. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. സെക്കൻഡ് 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇനി 1776 ജൂലൈ 4 കേട്ടോ. ജൂലൈ 4 എന്ന് നടക്കുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. 1781 ആയപ്പോൾ എന്ത് സംഭവിച്ചു? യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചു. 1783 പാരീസ് ഉടമ്പടി നടന്നത്. 1783 പാരീസ് ഉടമ്പടി നടന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമ്മൾ ആരൊക്കെ പറയുന്നത്? ജോർജ് വാഷിങ്ടൺ ആണ് സൈനിക തലവൻ അല്ലേ? സൈനിക തലവനായിരുന്നതും അതുപോലെ തന്നെ ഒന്നാം പ്രസിഡന്റ് ആയിരുന്നതും ആര് തന്നെയായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. പഠിച്ചു വയ്ക്കുക. തോമസ് പെയിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ പുസ്തകമാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതും പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരെ തന്നെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് അല്ലേ? അതുപോലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കയാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് തന്നെയായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് പല വിപ്ലവങ്ങൾക്കും പ്രചോദനം നൽകിയത്. ക്ലിയർ ആയല്ലോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സാമ്പത്തിക തലത്തിൽ ബ്രിട്ടനെതിരായി യൂറോപ്പിനെ അണിനിരത്തുകയെന്ന പരിപാടിയായ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. സാമ്പത്തിക തലത്തിൽ ബ്രിട്ടനെതിരായ യൂറോപ്പിനെ അണിനിരത്തുകയെന്ന പരിപാടിയായ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? നെപ്പോളിയനാണ്. ശരിയാണ്. ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കിയതും ആരാണ്? നെപ്പോളിയനാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയായിട്ടുള്ളത്. ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കി, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയതും ആരാണ്? നെപ്പോളിയനാണ്. ഓക്കെ. അപ്പോൾ നെപ്പോളിയനെ കുറിച്ച് നമുക്ക് നോക്കാം. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. 1799 നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 99 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. അങ്ങനെ അദ്ദേഹം കുറച്ച് ആശയങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെ ആശയങ്ങൾ? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അപ്പോൾ സിങ്കിങ് ഫണ്ട് ബാങ്ക് ഓഫ് ഫ്രാൻസുകാരുടേതാണ്. നെപ്പോളിയൻ്റെ ആശയമാണ് അല്ലേ? ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. നമ്മൾ കണ്ടു അല്ലേ ക്വസ്റ്റ്യനിൽ? അപ്പോൾ ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു, നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. എന്തൊക്കെയാണ് പറഞ്ഞത്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട്
ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അങ്ങനെ അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ, നെപ്പോളിയനെ മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയായിരുന്നു ആര് ഭയപ്പെട്ടത്? യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ 1815 ഇത് നടക്കുന്നത്. നെപ്പോളിയൻ്റെ വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. 1815 അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടത്. 1815 വാട്ടർലൂ യുദ്ധം നടന്നതെന്നും പഠിച്ചു വയ്ക്കാം. ക്ലിയർ ആയല്ലോ. വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് ഏത് വർഷമാണ്? വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് 1955 വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നതെന്നാണ്. 1955 വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നത്. 3 മാത്രമാണ് ഇവിടുത്തെ ശരി വരുന്നത് കേട്ടോ. ഇതൊക്കെ എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി 3 എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 3 അസംബ്ലികൾ ചേർന്നതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ 3 എസ്റ്റേറ്റുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് SCERT പോയിന്റ് കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി 3 എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 3 അസംബ്ലികൾ ചേർന്നതാണ്. ശരിയാണ്. നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നവരുമായ ആളുകൾ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം നൽകിയവരാണ്. ശരിയാണല്ലോ. നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരായ ആൾക്കാർക്ക് പ്രതിഫലം ഭയങ്കര കുറവ് അല്ലേ? പ്രതിഫലം കുറച്ച് നൽകിയാൽ മതി എന്ന് പറയുന്നതും ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ കാരണമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും തിന്മകളും സർക്കാരിൻ്റെ തെറ്റുകളുമാണ്. ശരിയാണ്. തത്വചിന്തകർ കാരണം മാത്രമല്ല ഈ വിപ്ലവം ഉണ്ടായത്. എന്തൊക്കെ കാരണമാണ്? ദേശീയ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും തിന്മകളും സർക്കാരിൻ്റെ തെറ്റുകളുമാണ്. മനുഷ്യൻ്റെ അവകാശങ്ങളുടെ പ്രഖ്യാപനം സാർവത്രികമായ പ്രയോഗങ്ങളും അത് തീർച്ചയായും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മനുഷ്യൻ്റെ അവകാശങ്ങളുടെ പ്രഖ്യാപനം സാർവത്രികമായ പ്രയോഗങ്ങളും അത് തീർച്ചയായും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3, 4 ശരിയാണ്. ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ കാണുന്നുണ്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 എന്ന് പറയുന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ് ആണ്. അപ്പം ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്നുള്ള വാക്കെങ്കിലും പഠിച്ചു വയ്ക്കാം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടി എന്ന് പറഞ്ഞ ആരാണ്? മേരി ആൻറ്റോയിനറ്റ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തിൽ 3 എസ്റ്റേറ്റ് ആരാണ് ഉണ്ടായിരുന്നത്? ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും വരുന്നത് ആരാണ്? ഏത് എസ്റ്റേറ്റിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നതാണ് കച്ചവടക്കാർ, എഴുത്തുകാർ,
എഴുത്തുകാർ, ഇതൊക്കെ ഇങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേറ്റിലത്തെ ആൾക്കാർ തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, കച്ചവടക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ ഒക്കെ വരുന്നത് ഇതിലാണ്, മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ കണ്ട ചോദ്യമാണ്, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണല്ലോ. ഈ പുരോഹിതന്മാർ കർഷകരിൽ നിന്നും തിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ പിരിച്ചിരുന്ന നികുതി ഏതാണ്? തിദയാണ് പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ച നികുതിയാണ് തിദേ എന്ന പേരിലുള്ളത്. അവർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളാണ് നിയന്ത്രിച്ചിരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ് പറയുന്നത്. തിദേ എന്ന് പറയുന്ന നികുതിയാണ് പിരിച്ചിരുന്നത് കർഷകരിൽ നിന്ന്. അവർക്ക് കുറേ ഭൂപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈന്യത്തിലും ഭരണത്തിലൊക്കെ ഉയർന്ന പദവികളായിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ. പ്രഭുക്കന്മാർ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിരുന്നു. ഏതൊക്കെ പേര് പറയുന്നില്ല കേട്ടോ അവിടെ. തിദേ എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റുകാരാണെന്ന് പഠിച്ചു വയ്ക്കാം, പുരോഹിതന്മാരാണെന്നും പഠിച്ചു വയ്ക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റിലും ഇതുപോലെ തന്നെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ആഡംബര ജീവിതം, അതുപോലെ തന്നെ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാൾക്കാരാണ്. വിശാലമായ ഭൂപ്രദേശം കൈവച്ചവരാണ്. അതുപോലെ തന്നെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ച ആൾക്കാരാണ് പ്രഭുക്കന്മാർ. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിരുന്നു. സൈനിക സേവനം നടത്തിയതാരാണ്? രണ്ടാമത്തെ സ്റ്റേറ്റിലെ പ്രഭുക്കന്മാരാണ് സൈനിക സേവനം നടത്തിയിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റിലെ പുരോഹിതന്മാരാണ് ഉയർന്ന പദവി അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റുകാർ സൈനിക സേവനം നടത്തി. അതുപോലെ തന്നെ വിശാലമായ ഭൂപ്രദേശങ്ങളൊക്കെ രണ്ടും സെയിം തന്നെയാണല്ലേ. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റുകാരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി ഏതാണ്? അവർ പിരിക്കില്ല, അവർ സർക്കാർ നൽകേണ്ട നികുതിയാണെന്ന് പറയുന്നത് തൈലേ എന്ന് പറയുന്നത്. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിദേ എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്താണ് ചെയ്തിരുന്നത്? സർക്കാരിന് നികുതി നൽകണമായിരുന്നു. അതിൻ്റെ പേരാണ് തൈലേ എന്ന് പറയുന്നത്. തൈലേ എന്ന് പറയുന്നത് ഇതിനെയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരുടേതാണെന്നും പഠിച്ചു വയ്ക്കുക. ഇവർക്കൊന്നും ഭരണത്തിലൊരു അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു അല്ലേ. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ നൽകേണ്ടതായിട്ട് വന്നു, നികുതി നൽകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടവർ. ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇവരുടെ ആശയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. വോൾട്ടയർ എന്താണ് ചെയ്തത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചതാരാണ്? വോൾട്ടയർ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിട്ട് എന്താ ചെയ്തത്? യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചതാര് തന്നെയാണ്? വോൾട്ടയർ ആണ്. ഇനി റൂസോയുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ് അല്ലേ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് ആരാണ്? റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് ആരാണ്? റൂസോയാണ്. അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറയുന്നതും റൂസോയുടേതാണെന്ന് പഠിച്ചിരിക്കുക. കുമ്പസാരം ആരുടേതാണ്? റൂസോയുടേതാണ്. ഇനി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ റൂസോ എന്താണ് പറഞ്ഞത്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. അതുപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആര് തന്നെയാണ്? റൂസോയാണ്. ഇനി മോണ്ടസ്ക്യൂ എന്താണ് പറഞ്ഞത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. മോണ്ടസ്ക്യൂ എന്താണ് വാദിച്ചത്? ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെയാണല്ലേ പരിഹസിച്ചത്. എന്നിട്ട് മനുഷ്യ സ്നേഹത്തിനും സമത്വത്തിനൊക്കെ എന്താണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റൂസോ പറഞ്ഞു മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോയാണ്. എന്നാൽ മോണ്ടസ്ക്യൂ എന്താണ് പറഞ്ഞത്? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹമാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചതാരാണ്? മോണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും
കത്തോലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? സ്റ്റേറ്റ് ജനറൽ ഒരു കണ്ട ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റ് ജനറൽ എന്ന് പഠിച്ചു വയ്ക്കുക. 1789 ലൂയി 16 ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. ലൂയി 16 എന്ന് ചേർക്കുന്നത് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് എന്നും പഠിച്ചു വയ്ക്കുക. ആ ഒരു സമയത്താണ് നടക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ അവർ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചതിന് ശേഷം ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ രൂപീകരിച്ചു. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂലൈ 14 ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. 1789 ജൂലൈ 14 എന്താണ് സംഭവിക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൺ രാജവംശയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ പതനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ പതനം എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാസ്റ്റിൽ ജയിൽ പതനം എന്ന് പറയുന്നത് ജൂലൈ 14 അതിനാൽ ജൂലൈ 14 തന്നെയാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ദിനം എന്ന് ചോദിക്കുകയാണെന്നെങ്കിലും ജൂലൈ 14 തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം എന്ന് പറയുന്നത് 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നാണ്. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഓഗസ്റ്റ് 12 ജൂലൈ 14 നമ്മൾ എന്ത് ചെയ്ത്? സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിപ്ലവം മുഴക്കിക്കൊണ്ട് എന്ത് നടക്കുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കാൻ കാരണമായത് അല്ലേ. അതിനുശേഷം 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത്. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1789 ഒക്ടോബറിൽ 1792 സെപ്റ്റംബറിൽ പുതിയതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. 1792 റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 1789 ജൂലൈ 14 എന്ത് സംഭവിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം നടക്കുകയാണല്ലേ. എന്താ നടക്കുന്നത്? ബാസ്റ്റിൽ ജയിലിൻ്റെ പതനല്ലേ. ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം നടക്കുന്നത് 1789 ജൂലൈ 14 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത്. ഒക്ടോബറിലാണ് നടക്കുന്നത് വേഴ്സായി കൊട്ടാരത്തിലേക്ക് ഒരു മുദ്രാവാക്യം അല്ലേ. സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി ചെന്നത്. 1789 സെപ്റ്റംബറിലാണ് എന്ത് സംഭവിക്കുന്നത്? പുതുതായിട്ടൊരു ഭരണഘടന അനുസരിച്ച് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 1792 സെപ്റ്റംബറിലാണ്. ഇനി ഭീകരവാഴ്ച എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഭീകരവാഴ്ച. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ പതനം, ഭീകരവാഴ്ചയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1793 ജൂലൈയിൽ 1792 നമ്മൾ എന്ത് പറഞ്ഞു? റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞല്ലേ. 1793 ജൂലൈയിൽ റോബസ്പിയറുടെ നേതൃത്വത്തിലാണ് ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. ചെറുമുടി ചെറുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പൊതു സുരക്ഷാ കമ്മിറ്റി ആരുടേതാണ്? റോബസ്പിയറിൻ്റേതാണ് പൊതു സുരക്ഷാ കമ്മിറ്റി. അല്ലെങ്കിൽ റോബസ്പിയറിൻ്റെ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പൊതു സുരക്ഷാ കമ്മിറ്റി. അങ്ങനെ പല ഓപ്ഷൻസും തരും. പൊതു സുരക്ഷാ കമ്മിറ്റിയാണ് റോബസ്പിയർ ആക്കുന്നത്. പൊതു സുരക്ഷാ കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത്. ഇതിൽ ഗില്ലറ്റിനൊക്കെ ഇരയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാലാണ് ഇതെന്ന് പറയുന്നത് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. അതായത് നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഈ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ചൊരു വധിക്കുകയാണ്. അപ്പോൾ അതിൽ നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരൊക്കെ ഇതിന് ഇരയായിട്ടുണ്ടായിരുന്നു. ലൂയി 16 ഭാര്യ മേരി ആൻറ്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നുണ്ട്. 16 ലൂയി 16 മേരി ആൻറ്റോയിനറ്റും
ഈ ഭീകരവാഴ്ചയിൽ കൊല്ലപ്പെട്ടവരാണ് അല്ലേ. ഭീകരവാഴ്ച എന്ന് പറയുന്നത് കാരണം എന്താണ്? ഗില്ലറ്റിൻ ഉപയോഗിച്ച കാരണമാണ്. ഗില്ലറ്റിന് ഈ റോബസ്പിയർ അടക്കം കുറേ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. 1794 ജൂലൈ വരെയാണ് ഈ ഭീകരവാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1793 എന്ത് നടക്കുന്നത്? പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത് ആരാണ്? റോബസ്പിയർ ആണ്. അങ്ങനെ ഇവർ മിറാബോ, ഡാണ്ടൻ തുടങ്ങിയവരൊക്കെ ഇതിൽ അംഗങ്ങളാണ്. അങ്ങനെ എല്ലാവരെയും വധിക്കുകയാണ്. അതിൽ റോബസ്പിയറും വരും. അതുപോലെ തന്നെ കുറേ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ലൂയി 16 മേരി ആൻ്റണിയൊക്കെ അതിലേക്ക് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യം ആരാണ് ശ്രീരംഗപട്ടണം? ശ്രീരംഗപട്ടണത്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിനെയും മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജേക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ ജേക്കോബിനിൽ അംഗമായത് അല്ലെങ്കിൽ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിനെയും മരം നട്ടതൊക്കെ ആരാണ്? ടിപ്പു ആണ്. ടിപ്പു സുൽത്താനാണെന്നും പഠിച്ചു വയ്ക്കുക. പിന്നെ നെപ്പോളിയനെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും 1815 വാട്ടർലൂ യുദ്ധത്തിൽ മരണപ്പെടുകയാണ് ചെയ്തത് അല്ലേ. പരാജയം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആരുടേതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് റൂസോയുടേതാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടേതാണ്? റൂസോയുടേതാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? റൂസോയാണ്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടേതാണ്? റൂസോയുടേതാണെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പോയിന്റ് കൂടി പറഞ്ഞു അല്ലേ, മനുഷ്യനെവിടെയും ചങ്ങലയിലാണെന്നൊക്കെ പറഞ്ഞ ആരാണ്? റൂസോയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? അപ്പോൾ നമുക്കിവിടെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാറുണ്ടല്ലോ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം. ബോക്സർ കലാപത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് 1991 കാലഘട്ടത്തിലാണ്. 1991 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ബോക്സർ കലാപം നടക്കുന്നത് 1991 കാലഘട്ടത്തിലാണ്. ഇനി നമുക്ക് ചൈനീസ് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കാം. അപ്പം ചൈനീസ് വിപ്ലവം നടന്നത് 1911 നടക്കുന്നത്. ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911 പഠിച്ചു വയ്ക്കാം. ഇനി 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്. ഈ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമാണ്. എന്തുമായി ബന്ധപ്പെട്ടത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. ഈ കറുപ്പ് വ്യാപാരം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇറക്കുമതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ഒന്നും ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇവർ കറുപ്പ് ഇറക്കുമതി ചെയ്യുകയാണ്. ഈ കറുപ്പ് ഇറക്കുമതി ചെയ്താൽ ചൈനീസ് ജനതയുടെ മാനസിക നിലയെ നന്നായി ബാധിക്കില്ലേ. അങ്ങനെ ബാധിക്കുകയാണ്. അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ചൈനക്കാർ അങ്ങനെ അടിമത്തത്തിലായിട്ട് മാറാണ്. ഇതാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഈ പട്ട്, തേയില, മൺപാത്രങ്ങളൊക്കെ. ഇതൊക്കെ യൂറോപ്പിൽ ഭയങ്കര ജനപ്രീതിയായിരുന്നു. പക്ഷേ കയറ്റുമതിയിലൂടെ അത് കാരണം ചൈന വൻതോതിൽ ലാഭം നേടാനല്ലേ. പക്ഷേ ഇറക്കുമതി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇറക്കുമതി ഇല്ലാത്ത കാരണം കറുപ്പ് അവിടേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ചൈനക്കാരുടെ മാനസിക നിലയൊക്കെ ബാധിച്ച അവസാനം അവരെ അടിമത്തത്തിലാക്കാണ് ഈ കറുപ്പ് വ്യാപാരത്തിൽ പറയുന്നത്. ഇനി തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ആര് പ്രഖ്യാപിച്ചതാണ്? ജോൺ ഹേയ് പ്രഖ്യാപിച്ചതാണ്. അതായത് 19-ാം നൂറ്റാണ്ടിന് അവസാനമായപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. അപ്പം അത് കാരണം അമേരിക്ക എന്ത് വാദിച്ചു? ഈ തുറന്ന വാതിൽ നയത്തിലൂടെ പറയുകയാണ്? ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടാവുമെന്ന് അമേരിക്ക വാദിക്കുകയാണ്. അങ്ങനെ ചൈന വിവിധ രാജ്യങ്ങളിലെ സ്വാധീന മേഖലയായിട്ട് മാറി. അങ്ങനെ അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാനായിട്ട് പറ്റി. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നതിലൂടെ പറയേണ്ടത്. അപ്പോൾ തുറന്ന വാതിൽ നയം ആരുടേതാണ്? ജോൺ ഹേ ആണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? മഞ്ചു രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. ഏത് രാജവംശമാണ്? മഞ്ചു രാജവംശമാണ് ചൈന ഭരിച്ചിരുന്ന രാജവംശം. ഏതാണ്? മഞ്ചു രാജവംശമാണ്. ഇനി 1900-ലാണ് ചില രഹസ്യ സംഘടനകൾ കലാപം സംഘടിപ്പിക്കുന്നത്.
നമ്മൾ പറഞ്ഞു ബോക്സർ കലാപം എന്ന് പറയുന്നത് ഏത് ഇയറാന്ന് ചോദിച്ചപ്പോൾ 1901 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് 1900 ഒരു കലാപം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? ബോക്സർ കലാപം എന്നാണ് അറിയപ്പെടുന്നത്. മുഷ്ടിയായിരുന്നു കേട്ടോ, മുഷ്ടിയായിരുന്നു ഇതിൻ്റെ പ്രധാന മുദ്ര എന്ന് പറയുന്നത്. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര എന്ന് പറയുന്നത്. അത് കാരണമാണ് ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. ഏത് ഇയറാണ്? 1900-ലാണ് അല്ലേ. 1900-ലാണ് കലാപം നടക്കുന്നത്. 1900-ലാണ് കലാപം സംഘടിപ്പിക്കുന്നത്. ഇനി 1900 ബോക്സർ കലാപം ഉണ്ടോ. 1911 ഡോക്ടർ സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. അപ്പോൾ ചൈനയിൽ വിപ്ലവം നടക്കുന്നതെന്നാണ് ആരുടെ നേതൃത്വത്തിലാണ്? സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? ചൈനയിൽ വിപ്ലവം നടക്കുന്നത്. ചോദിക്കാലോ, ചൈനയിൽ വിപ്ലവം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിലാണ്. ഏത് ഇയറാണ്? 1911-ലാണ് ചൈനീസ് വിപ്ലവം നടക്കുന്നത്. ഇനി സന്യാത്ത് സെന്നിൻ്റെ പ്രധാന 3 ആശയങ്ങൾ അല്ലേ, 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. നാം ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, സന്യാത്ത് സെന്നിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സന്യാത്ത് സെന്നിൻ്റെ ആശയങ്ങൾ. ദേശീയത എന്ന് വെച്ചാൽ എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്ന് പറയുന്നതാണ് ദേശീയത. അതുപോലെ ജനാധിപത്യം എന്ന് വെച്ചാൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം എന്ന് വെച്ചാൽ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായ വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം അല്ലെങ്കിൽ പ്രധാന ആശയം എന്ന് പറയുന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നതാണ്. ഈ 3 ആശയങ്ങളും കൊണ്ടുവന്ന ആരാണ്? സന്യാത്ത് സെന്നാണ്. സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിലാണ് 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്. അങ്ങനെ എന്ത് സംഭവിച്ചു? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് റഷ്യയുടെ സഹായത്തോടെ കൂടിയാണ് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. ഈ ചൈനീസ് കമ്മ്യൂണിറ്റി പാർട്ടി രൂപീകൃതമായത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ആരുടെ കാലഘട്ടത്തിലാണ്? സന്യാത്ത് സെന്നിൻ്റെ അല്ലേ, സന്യാത്ത് സെന്നിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഈ സന്യാത്ത് സെന്നിന് ശേഷം വന്നത് ആരാണ്? സന്യാത്ത് സെന്നിന് ശേഷം വന്ന ആരാണ്? ചിയാങ് കൈഷേക്കാണ്. ഒരു ക്വസ്റ്റ്യൻ കാണാണ്ട് അതുപോലെ സന്യാത്ത് സെന്നിൻ്റെ മരണശേഷം വന്ന ആരാന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ചിയാങ് കൈഷേക്കാണ്. സന്യാത്ത് സെന്നിന് ശേഷം വന്നത് ആരാണ്? ചിയാങ് കൈഷേക്കാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? അങ്ങനെ ചിയാങ് കൈഷേക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ആ സമയത്താണ് മാവോ സേ തുങ് ഉയർന്നു വന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോട്ട് ചെയ്യുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നേരത്തെ ചൈനീസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? സന്യാത്ത് സെൻ ആയിരുന്നു അല്ലേ. അതിന് ശേഷമാണ് എന്ത് വരുന്നത്? മാവോ സേ തുങ് അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ഉയർന്നു വരാണ്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ഗ്യാങ്സിൽ നിന്നൊരു യാത്ര ആരംഭിച്ചു. അപ്പോൾ 1934 അവർ ആരംഭിച്ചു. അങ്ങനെ അതിനെയാണ് നമ്മൾ പറയുന്നത് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഈ ലോങ് മാർച്ച് നടന്ന ഇയറാണ് ചോദിക്കാറ്. 1934 ലോങ് മാർച്ച് നടന്നത്. 1934 ലോങ് മാർച്ച് നടന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് മാവോ സേ തുങ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1934 ലോങ് മാർച്ച് നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായിട്ടുണ്ടായിരുന്നു. അത് സന്യാത്ത് സെന്നിൻ്റെ സമയത്തായിരുന്നു ഈ രൂപീകൃതമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ നേതാവായിട്ട് വന്നത് ആരായിരുന്നു? മാവോ സേ തുങ് ആയിരുന്നു. 1934 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്നത് ലോങ് മാർച്ച് നടക്കുന്നത്. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. അങ്ങനെ 1949 ഒക്ടോബർ 1 എന്തായിട്ട് മാറുന്നത്? ചൈന റിപ്പബ്ലിക്കായിട്ട് മാറിയത്. ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറിയത് 1949 ഒക്ടോബർ 1. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചൈനീസ് വിപ്ലവമായി പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? 1901 കാലഘട്ടത്തിലാണ് ബോക്സർ കലാപം വന്നത്. 1911 സന്യാത്ത് സെന്നിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടക്കുന്നത്.
ഇനി 1934 എന്ത് രൂപീകരിക്കുന്നത്? 1934 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നടക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്ന ലോങ് മാർച്ച് നടക്കുന്നത്. ഈ ലോങ് മാർച്ച് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മാവോ സേ തുങ് ആയിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. മാവോ സേ തുങ് ആയിരുന്നു. ഈ പിന്നെ എന്തൊട്ട് നമ്മൾ പറഞ്ഞത്? ഈ ഒരു 1934 പറഞ്ഞു. 1949 ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറിയെന്ന് പറഞ്ഞു അല്ലേ? ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറിയത് മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മൾ ആദ്യം തന്നെ വന്നതായിരുന്നു സൺയാത് സെൻ ആയിരുന്നു. സൺയാത് സെന്നിന് ശേഷം വന്നതായിരുന്നു സൺയാത് സെന്നിന് ശേഷം വന്നത് ആരായിരുന്നു? ചിയാങ് കൈഷക്കാണ്. ചിയാങ് കൈഷക്കിന് ശേഷമാണ് മാവോ സേ തുങ് വരുന്നത്. ഇനി ചൈനയിലെ പ്രധാന രാജവംശം മഞ്ചു രാജവംശമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന ആശയങ്ങളാണ് എന്തൊക്കെ പറയുന്നത്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത്. ആരുടെ ആശയങ്ങളാണ്? സൺയാത് സെന്നിൻ്റെ ആശയങ്ങളാണ്. പിന്നെ കുമിന്താങ് പാർട്ടി നമ്മൾ പറഞ്ഞില്ല അല്ലേ? സൺയാത് സെന്നിൻ്റെ നേതൃത്വത്തിലാണ് കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സൺയാത് സെന്നാണ് കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത്. സൺയാത് സെന്നിൻ്റെ നേതൃത്വത്തിലാണ് കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത്. പിന്നെ ലോങ് മാർച്ച് നടന്നത് 1934 പറഞ്ഞു അല്ലേ? 1934 ലോങ് മാർച്ച് നടക്കുന്നത്. മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടക്കുന്നത്. 1949 ഒക്ടോബർ 1 ചൈന എന്തായി മാറിയത്? ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറിയത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ചൈനീസ് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് 2025 ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റീലിൻ്റെ പതനം നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്റ്റീലിൻ്റെ പതനം. അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. റൂസോ സാമൂഹ്യ കരാർ ആരുടേതാണ്? റൂസോയുടേതാണ് അല്ലേ? സാമൂഹ്യ കരാർ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ള പേരാണ് പഠിച്ചത് അല്ലേ? സോഷ്യൽ കോൺട്രാക്ട് എന്ന പേരാണ് പഠിച്ചത്. അപ്പോൾ സാമൂഹ്യ കരാർ റൂസോയുടേതാണ്. ശരിയാണ്. സൺയാത് സെൻ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല അല്ലേ? സൺയാത് സെൻ എന്താണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളാണ് സൺയാത് സെൻ. WTO 1995 സ്ഥാപിക്കുന്നത്. ജനീവ ആസ്ഥാനമായിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് അല്ലേ? 1995 സ്ഥാപിച്ചത്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റ് വന്നത് ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ്. 3 അല്ലേ തെറ്റ് വന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റീലിൻ്റെ പതനം, റൂസോ സാമൂഹ്യ കരാർ അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട്, സൺയാത് സെൻ ചൈനീസ് വിപ്ലവം, WTO 1995 സ്ഥാപിച്ചത്. അപ്പോൾ ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം കൂടെ നോക്കിയിട്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. 2025 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ അടുത്ത് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് റിവൈസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് റഷ്യൻ വിപ്ലവം നോക്കാം. മാക്സിം ഗോർക്കി എഴുതിയതാണ് അമ്മ എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. അമ്മ ആരുടേതാണ്? മാക്സിം ഗോർക്കിയുടേതാണ്. അമ്മ എന്ന് പറയുന്നത് ആരുടേതാണ്? മാക്സിം ഗോർക്കിയുടേതാണ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാറ്റിൽ ഷിപ്പ് പോട്ടേംകിൻ എന്ന് പറയുന്നത് റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ സെർഗി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്തതാണ്. ഇവിടെ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ബാറ്റിൽ ഷിപ്പ് പോട്ടേംകിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീനാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം ആരുടേതാണ്? ജോൺ റീഡിൻ്റെയാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന് പറയുന്നത് ജോൺ റീഡിൻ്റെയാണ്. ആ പുസ്തകത്തെ ആധാരമാക്കിയിട്ട് സെർഗി ഐൻസ്റ്റീൻ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ റഷ്യൻ യുദ്ധക്കപ്പലായ പോട്ടേങ്കിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപമാണ് ഈ ചലച്ചിത്രത്തിന്, അതായത് നമ്മൾ പറഞ്ഞു ഏതാണ് ബാറ്റിൽ ഷിപ്പ് പോട്ടേങ്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് എന്താ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? റഷ്യൻ യുദ്ധക്കപ്പലായ പോട്ടേങ്കിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപമാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് റഷ്യൻ വിപ്ലവത്തിലേക്ക് കടക്കാം.
അപ്പോൾ ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റായി, ഇവാൻ തുർഗനേവ്, ആന്റോൺ ചെക്കോ തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ. മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നത് ആരൊക്കെയാണ്? കാൾ മാർക്സും അതുപോലെ ഫ്രെഡറിക് ആംഗൽസുമാണ്. കാൾ മാർക്സും ഫ്രെഡറിക് ആംഗൽസും കൂടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നത്. മാർക്സിസ്റ്റ് ആശയങ്ങളുടെ നേതാവ് ആരൊക്കെയാണ്? കാൾ മാർക്സും ഫ്രെഡറിക് ആംഗൽസും ആണ്. ഈ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മെൻഷെവിക്കുകൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ മാർക്സിസ്റ്റ് ആശയങ്ങളാണ് ആദ്യമായിട്ട് വന്നത്. ഈ മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് പിന്തുണയായിട്ടാണ് അല്ലെങ്കിൽ അതിന് അധിഷ്ഠിതമായിട്ടാണ് എന്ത് വരുന്നത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടത്. പക്ഷേ ഇതെന്തായിട്ട് മാറി? രണ്ട് പാർട്ടിയായിട്ട് മാറി. ഏതൊക്കെ? ബോൾഷെവിക്കുകളെന്നും മെൻഷെവിക്കുകൾ പറയുന്ന രണ്ട് പാർട്ടിയായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് മെൻഷെവിക്കിന് നേതൃത്വം നൽകിയ ആൾക്കാരെയും അതുപോലെ തന്നെ ബോൾഷെവിക്കിന് നേതൃത്വം നൽകിയ ആൾക്കാരെയും പഠിച്ചേക്കണം. അപ്പോൾ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കിയാണ്. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കിയാണ്. എന്നാൽ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. മെൻഷെവിക് പാർട്ടികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കിയാണ്. ഓക്കെ, അപ്പം മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കിയാണ്. ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ലെനിനും അതുപോലെ തന്നെ ട്രോട്സ്കിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്? ഏതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നതിനെയാണ്? റഷ്യൻ വിപ്ലവത്തെയാണ് അല്ലേ. ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത് 1905 ജനുവരി 9 നടന്ന പെട്രാഗാഡ് കൂട്ടക്കൊലയുമായി സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് പെട്രാഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിന് നേരെ പട്ടാളം വെടിവെക്കുകയാണ്. അങ്ങനെ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവത്തെയാണെന്ന് പറയുന്നത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ പെട്രാഗാഡ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. സംഭവം എന്നാണ് 1905 ജനുവരി 9 നടന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പാർലമെന്റ് ആണ് ഡ്യൂമ എന്ന് പറയുന്നത്. ഇവിടുത്തെ പാർലമെന്റ് നിയമനിർമ്മാണ സഭയാണെന്ന് പറയുന്നത് ഡ്യൂമ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് ആണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അങ്ങനെ 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിക്കുകയാണ്. ആ ഒരു സമയത്ത് ധൂമയുടെ എതിർപ്പിനെ അവഗണിച്ചിട്ട് സർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഫെബ്രുവരി വിപ്ലവം നടന്നത് എന്നാണ്? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി വിപ്ലവം നടന്നത് മാർച്ചിലാണ്. അതായത് 1917 എന്ത് നടക്കുന്നത്? റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 1917 മാർച്ചിലാണ് എന്ത് നടക്കുന്നത്? ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. 1917 മാർച്ചിലാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒക്ടോബർ വിപ്ലവം ഉണ്ട് അല്ലേ. ഫെബ്രുവരി വിപ്ലവം ഉണ്ട്, അതുപോലെ തന്നെ എന്ത് വിപ്ലവമുണ്ട്? ഒക്ടോബർ വിപ്ലവമുണ്ട്. അപ്പോൾ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് 1917 ഒക്ടോബറിലാണ്. അതും എവിടെയാണ്? റഷ്യൻ കലാപവുമായി ബന്ധപ്പെട്ടാണ്. 1917 ഒക്ടോബറിലാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 1917 മാർച്ചിലാണ് നമ്മൾ പറഞ്ഞു എന്ന് നടക്കുന്നത് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. അന്നത്തെ നേതാവ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. അങ്ങനെ അലക്സാണ്ടർ കെറൻസ്കി എന്ത് സംഭവിച്ചു? അലക്സാണ്ടർ കെറൻസ്കി രാജ്യം വിട്ടു പോയതിനു ശേഷം ഈ റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് 1917 ആ സമയത്ത് ആണ് എന്ന് വരുന്നത് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച സംഭവം. അതായത് ആദ്യം മെൻഷെവിക്കുടെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. ആ ഒരു സമയത്താണ് 1917 മാർച്ചിലാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. 1917 ഒക്ടോബറിലാണ് എന്ന് നടക്കുന്നത് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ആരായിരുന്നു? അങ്ങനെ അലക്സാണ്ടർ കെറൻസ്കി രാജ്യം വിട്ട് പോയതിനു ശേഷം വന്നത് ആരായിരുന്നു? ബോൾഷെവിക് പാർട്ടിയായിരുന്നു. അങ്ങനെ അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് നടക്കുന്നത് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടാണ്ട് 1924 പുതിയ ഭരണഘടന നിലവിൽ വന്ന സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ വിവിധ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പല സ്ഥലങ്ങളിലേക്കും വ്യാപകമായിട്ട് മാറി.
ഓക്കെ, ഇത്രയൊക്കെയാണ് റഷ്യൻ വിപ്ലവമായിട്ട് പ്രധാനപ്പെട്ടത്. ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് പറഞ്ഞത്? ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, അതുപോലെ തന്നെ രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെ, പെട്രോകോട്ട് കൂട്ടക്കൊല ഒക്കെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡ്യൂമ എന്ന് പറയുന്ന പാർലമെൻ്റ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, VFA എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണല്ലോ. 1773 നമ്മൾ പറഞ്ഞു ബോസ്റ്റൺ ടീ പാർട്ടി, 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 74 ഫസ്റ്റത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 75 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയയിലാണ് നടന്നത്. നെക്സ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സിവിൽ എക്സൈസ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ മുമ്പ് കണ്ട ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ, 1773 ബോസ്റ്റൺ ടീ പാർട്ടി വന്നതെന്ന് പറഞ്ഞു. ഇനി ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ആരാണ്? നെപ്പോളിയൻ. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഏത് ആക്റ്റാണ്? ഏത് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായവ കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാമ്പ് നിയമം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ പത്രിക ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പഠിച്ചിരിക്കുക. ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ 9 ആൻസർ വരുന്നത് D ആണ്. A2, B4, C1, D2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. പ്യൂൺ അറ്റൻഡർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക. ബോക്സർ കലാപം ഏതാണ്? ആൻസർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ബോക്സർ കലാപം ഏതാണ്? ചൈനയല്ലേ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം. ഓക്കെ. ഇനി ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. പഠിച്ചു വയ്ക്കുക. ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിലാണ് നടന്നത്. ഭൂവർ യുദ്ധം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന. തെറ്റല്ലേ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എവിടെയാണ്? ഫ്രഞ്ച് അല്ലേ, ഫ്രാൻസ് അല്ലേ, ഫ്രാൻസ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസ്. ഇനി രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലല്ലേ നടന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലേ രക്തരഹിത വിപ്ലവം നടന്നത്. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ശരിയായതാണ്. ഓപ്ഷൻ D ആണ്. 2ഉം 4ഉം ശരിയാണ്. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവമാണ്. ബോക്സർ കലാപം നടന്നത് എപ്പോഴാണ്? 1900 അല്ലേ, 1901 കാലഘട്ടത്തിലാണ് ബോക്സർ കലാപം നടക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസ് വിപ്ലവം 1789 അല്ലേ, 1789. ഇനി രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലാണെന്നും നമ്മൾ പറഞ്ഞു. 1688 അല്ലേ, 1688. 89 കാലഘട്ടത്തിൽ 89 അവകാശ പത്രിക വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചതാണ്. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രാൻസ് അല്ലേ, ഫ്രാൻസുമായി ബന്ധപ്പെട്ടതാണ് ബൂർബൺ രാജവംശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ച് ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു.
തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടതാണ് ശരി വരുന്നത്. അപ്പോൾ 1, 3 ശരി. ഓപ്ഷൻ ബി ആണ് 1, 3 ശരി. ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഇതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവം നടന്നതെന്നാണ്? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത് 1688 കാലഘട്ടത്തിലാണ്. റഷ്യൻ വിപ്ലവം 1917 അല്ലേ റഷ്യൻ വിപ്ലവം നടന്നത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നതെന്നാണ്? 1775 മുതൽ 83 വരെയാണ്. 1775 മുതൽ 83 വരെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. 1775 മുതൽ 1783 വരെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. അപ്പോൾ നമുക്കിതിൽ ശരിയായത് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ എങ്ങനെയാണ്? ആദ്യം തന്നെ വരുന്നത് ഇതാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് വരുന്നത്. നെക്സ്റ്റ് ഏതാ വരുന്നത്? 1688 കഴിഞ്ഞാൽ വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പിന്നെ ഫ്രഞ്ച് വിപ്ലവം, പിന്നെയാണ് റഷ്യൻ വിപ്ലവം വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായത് അല്ലേ? അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? 1775 മുതൽ 83 വരെയാണ് നടന്നത് എന്ന് പഠിച്ചു വയ്ക്കുക. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് അല്ലേ? 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇയർ 1775 മുതൽ 83 വരെയാണെന്ന് പഠിച്ചു വയ്ക്കുക. എത്ര സ്റ്റേറ്റുകളിലാണ് പ്രക്ഷോഭം നടത്തിയത്? അമേരിക്കയിലെ 13 സ്റ്റേറ്റുകളിലാണ് പ്രക്ഷോഭം നടത്തിയതെന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിലെത്തിയ കപ്പലാണ് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ് തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിലേക്ക് എത്തിയത് എന്നും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ കള്ളക്കടത്ത് തടയുക എന്ന് പറയുന്നതൊക്കെ ഈ ഷുഗർ ആക്ട് അല്ലേ? ഷുഗർ ആക്ട് ഒക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 1764 ഷുഗർ ആക്ട് വരുന്നത്. ആ ഇയർ ഇമ്പോർട്ടൻ്റ് അല്ല. ഷുഗർ ആക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു വയ്ക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഷുഗർ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ബില്ലൊക്കെ എന്താണ്? അതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? 1783 പാരീസ് ഉടമ്പടി നമ്മൾ പറഞ്ഞു അല്ലേ? പാരീസ് ഉടമ്പടി നടന്നത് 1783 പറഞ്ഞു. അതുപോലെ അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിൽ എവിടെയാണ്? ന്യൂയോർക്കിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. അത് സമ്മാനിച്ചതാരാണ്? ഫ്രാൻസ് ആണെന്നും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ശരിയാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയില്ലേ? യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേ തുങ്ങാണ് സാംസ്കാരിക വിപ്ലവം ചൈനയിൽ കൊണ്ടുവന്നത്. മാവോ സേ തുങ്ങിന് ശേഷം ആരാണ് വന്നത്? ഇവിടെ തന്നിരിക്കുന്ന ഗുവോഫെങ് എന്നാണ് തന്നിരിക്കുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ ഡെങ് ആണ് കേട്ടോ. DENG. ഡെങ് സിയാ오പിങ് ആണ് മാവോ തിങ്ങിന് ശേഷം ചൈനയിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1940. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത്ത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ശരിയാണല്ലേ? അതുപോലെ എന്താണ്? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക.
മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ശരിയാണ്. സന്യാസി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നതെന്നാണ്? 1776 അല്ലേ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ബോസ്റ്റൺ ടീ പാർട്ടി. പാരീസ് ഉടമ്പടി എന്നാണ്? 1783 പാരീസ് ഉടമ്പടി. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ. ബോസ്റ്റൺ ടീ പാർട്ടി ആദ്യം വന്നു. അതിനുശേഷം അതിനുശേഷം എന്താണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ നോക്കി നോക്കിയാൽ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി 2 വരുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണല്ലേ. പിന്നെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വന്നു. പിന്നെ അതിനുശേഷം എന്താ വന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതിനുശേഷമാണ് പാരീസ് ഉടമ്പടി നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ് ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സുകളും ചെയ്യാനുള്ള ടോപ്പിക്സ് ഇനി ഉണ്ടായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.